Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ്, അല്ലെ? ഐ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന മിറർ, ലെൻസ്, പ്രിസം, പിന്നെ എന്തോരം ബൈനോക്കുലർ, പെരിസ്കോപ്പ്, അല്ലെ? അങ്ങനെ കാലിഡോസ്കോപ്പ്, ഇതെല്ലാം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ പെടുന്നതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ഇതെല്ലാം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണ്, അതിനെങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ എന്നുള്ള കേസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, കോൺവെക്സ് ലെൻസ് പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരച്ചു. അപ്പൊ നമ്മളൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺവെക്സ് ലെൻസ് അഥവാ ഒരു കൺവേർജിംഗ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരച്ചു. ഇനി എവിടെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്? ഓക്കെ, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് വളരെ ക്ലോസ് ആയിട്ട് ഈ ലെൻസിന്, അല്ലെ? ഈ ലെൻസിന് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യും. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന പൊസിഷനെ അനുസരിച്ച് ഇമേജിന് എന്ത് ചെയ്യാം? മാറ്റം വരാം. അപ്പൊ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ അടുത്താണ്, ലെൻസിന് വളരെ അടുത്തായിട്ടാണ് പൊസിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഒബ്ജക്റ്റിൽ നിന്ന് ഫസ്റ്റ് റേ എന്ത് പാരലൽ ആയിട്ട് വന്ന് ഈ കോൺവെക്സ് ലെൻസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു. അങ്ങനെ ഇൻസിഡന്റ് ചെയ്യുന്ന റേ എങ്ങോട്ട് പാസ് ചെയ്തു? ഫോക്കസിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി. സെക്കൻഡ് റേ എന്ന് പറയുന്നത് എവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്? ഏതിൽ കൂടിയാണ് പാസ് ചെയ്യുക? ഒപ്റ്റിക് സെന്ററിലൂടെയാണ് പാസ് ചെയ്യുക. ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്തു. ഈ രണ്ട് റേസും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോ ഒരു പോയിന്റില്, അല്ലെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വരച്ച റേസ് ഈ ഒരു പോയിന്റിൽ വന്നപ്പോ അവിടെ മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റിലാണ് ഇവിടെ എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഇമേജ് ഫോർമേഷൻ നടക്കുക. ഓക്കെ, അപ്പോ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഓൺ ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ OB ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തു. ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇമേജ് IM എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ്. നമ്മൾ ഒരു കൺവേർജിംഗ് ലെൻസ് എടുത്തു. ഈ കൺവേർജിംഗ് ലെൻസിന്റെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസിന് ഉള്ളിൽ വെക്കാം, അല്ലെ? പ്രിൻസിപ്പൽ ഫോക്കസിന് ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒബ്ജക്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ് ഈ കോൺവെക്സ് ലെൻസിൽ വന്ന് വീണ് റിഫ്രാക്ഷൻ നടന്നു. ആ റിഫ്രാക്റ്റഡ് റേസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതെവിടെ മീറ്റ് ചെയ്യാണ്? ഈ M എന്ന് പറയുന്ന ആ പോയിന്റിൽ രണ്ട് റേസും കൂടെ വന്ന്, അല്ലെ, അപ്പിയേഴ്സ് ടു കം ഫ്രം ദിസ് പോയിന്റ്. ആ റേസ് എവിടെ നിന്ന് വരുന്നതായിട്ടാണ്? ഈ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ ഈ പോയിന്റിലാണ് അവിടെ എന്ത് ചെയ്യുക? ഇമേജ് ഫോർമേഷൻ അല്ലെ, നടന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഈ ഒബ്ജക്റ്റിന്റെ എന്തോരം സൈസിനേക്കാൾ വലുതാണ് ഇമേജിന്റെ സൈസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ത് ചെയ്തു? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്താന്നുള്ളതാണ്. മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ M എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, അല്ലെ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് ടു ദ ഇമേജ്, അല്ലെ? ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ്, V ഡിവൈഡ് ബൈ U എന്ന് പറയാം. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് നമുക്ക് U ആയിട്ട് എടുക്കാം. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെ, ഇമേജ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എടുക്കുമ്പോൾ എന്തായിട്ട് വരും? V ആയിട്ട് വരും. അപ്പൊ മാഗ്നിഫിക്കേഷൻ M is equal to HI divided by HO. HI എന്ന് പറയുന്നത് ഇമേജിന്റെ ഹൈറ്റ്, അല്ലെ? HI ആയിട്ട് എടുക്കാം. ഇത് എന്തായിട്ട് വരാം? HO ആയിട്ട് എടുക്കാം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. ഓക്കെ ആണല്ലോ? M is equal to നമുക്ക് V by U കിട്ടി. ഓക്കെ, അപ്പൊ ആ കേസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലെൻസിന്റെ ഇക്വേഷൻ വെച്ചിട്ട്, ലെൻസ് ആണ്, ലെൻസിന്റെ ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് ഫോം ചെയ്ത് നോക്കാം.
ലെൻസിന്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 1/f is equal to 1/b minus 1/u. ഇതാണ് എന്തെന്ന് പറയാ ലെൻസിന്റെ ഇക്വേഷൻ. ആ ലെൻസ് ഇക്വേഷനിൽ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, v വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ v/f is equal to അല്ലെ, v/f is equal to v/v എന്ന് പറയുമ്പോൾ 1 വരും, മൈനസ് v/u അല്ലെ, v/u എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ v/f is equal to 1 മൈനസ് v/u എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം v/u എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാഗ്നിഫിക്കേഷൻ m ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, v/f is equal to 1 മൈനസ് m എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ v/f is equal to എന്ത് കിട്ടി, 1 മൈനസ് m. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് m is equal to അല്ലെ, m എങ്ങനെ എഴുതാൻ പറ്റുക, m is equal to ഓക്കെ 1 മൈനസ് v/f എന്ന് എഴുതാം. 1 മൈനസ് v/f ആണ്. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ വന്നു 1 മൈനസ് v/f ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കേസ് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മൈക്രോസ്കോപ്പിന്റെ അല്ലെ, സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യണം, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ. അപ്പോ മൈക്രോസ്കോപ്പിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നോബ് ഉണ്ടെന്നുള്ള കേസൊക്കെ നമുക്കറിയാം. അതെന്ത് ചെയ്യാണ്, നമ്മൾ മൈക്രോസ്കോപ്പിന്റെ ഒപ്പീനിയൻ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് v is equal to ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷനിൽ കിട്ടും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷനിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ നമ്മൾ ഇമേജ് എടുക്കുന്നത് എന്ത് വരും, ലെൻസിൽ നിന്ന് ഏത് സൈഡിലേക്കാണ് അല്ലെ, ഇൻസിഡന്റ് റേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് v is equal to നമ്മൾ എന്തായിട്ട് എടുക്കുള്ളൂ, മൈനസ് d ആയിട്ടാണ് എടുക്കാം. ഇനി നമുക്ക് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ എത്രയാണെന്നും അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റേഴ്സിലേക്കാണ് അല്ലെ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ v is equal to മൈനസ് എന്ത് വരും, d എന്ന് പറയുന്ന ആ കണ്ടീഷനിലേക്ക് നമുക്ക് കൊണ്ടുവരണം. എങ്ങനെ, ബൈ അഡ്ജസ്റ്റിംഗ് ദ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അങ്ങനെ വരുമ്പോൾ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് d. മൈനസ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തായിട്ട് വരും നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ m is equal to 1 മൈനസ് d ഡിവൈഡഡ് ബൈ f അല്ലെ, 1 മൈനസ് d ബൈ f. അപ്പൊ എന്ത് വരും, 1 പ്ലസ് d ബൈ f എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്തായിട്ടാ വന്നിരിക്കുന്നത്, 1 പ്ലസ് d ഡിവൈഡഡ് ബൈ f. അപ്പൊ അടുത്ത ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് d ബൈ f. ഏതിന്റെ കേസിലാണ്, സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ when the final image is formed at infinity, ഫൈനൽ ഇമേജ് എവിടെ ഫോം ചെയ്യണം, ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യണം. അങ്ങനെ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാഗ്നിഫിക്കേഷൻ m is equal to നമുക്ക് എന്ത് വരാം, m is equal to d by f എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അല്ലെ, ഇക്വേഷൻ ഫോം ചെയ്യണം. m is equal to d by f എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇനി നമുക്ക് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഈ ലെൻസിൽ നിന്ന് അല്ലെ എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന u ആണ്. ആ യുവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷന് കിട്ടുന്ന രീതിയിൽ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ക്ലിയർ വിഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റിനെ എവിടെയാണ് എടുത്തിരിക്കുന്നത്, ക്ലിയർ വിഷൻ പോസിബിൾ ആവുന്ന രീതിയിൽ u is equal to നമ്മൾ എന്തായിട്ട് എടുത്തു, d ആണെന്ന് എടുത്തു. അപ്പൊ നോക്കിയത് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം, തീറ്റ o എന്ന് എടുക്കാം. തീറ്റ o ആണ്. o എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ കേസിൽ ഇവിടെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ho എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ തീറ്റ o എന്ന് പറയുന്നത് എന്തായിട്ട് വരും, ആംഗിൾ ഇവിടെ നമ്മുടെ ഒബ്സർവേഴ്സ് ഐ ഇവിടെയാണ്, ഒബ്സർവറിന്റെ ഐ. അപ്പൊ ഒബ്സർവറിന്റെ ഐയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, തീറ്റ o ആണ്. ആ തീറ്റ o എന്ന് പറയുന്നത് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം, ho ഡിവൈഡഡ് ബൈ d എന്ന് എടുക്കാം. അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് എടുക്കാം. തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ എന്ത് വരും, തീറ്റ o ഇസ് ഈക്വൽ ടു ho ഡിവൈഡഡ് ബൈ d എന്ന് എടുക്കാം അല്ലെ. ടാൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള കേസിൽ
തീറ്റ ഒ ഈസ് ഈക്വൽ ടു എച്ച് ഒ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള കേസ് എടുക്കാം. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒബ്ജക്റ്റ് യു ഈസ് ഈക്വൽ ടു എന്തായിട്ട് കൊടുക്കണം? എഫ് ആയിട്ട് കൊടുക്കണം. ഒബ്ജക്റ്റ് യു ഈക്വൽ ടു അല്ലെ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോക്കസിലാണെങ്കിൽ മാത്രമേ ഇമേജ് എവിടെ കിട്ടുള്ളൂ? ഇൻഫിനിറ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ കേസില് അല്ലെ തീറ്റ ഐ എന്ന് പറയുന്നതാണ് ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു ദ ഒബ്സർവേഴ്സ് ഐ. ഒബ്സർവറിന്റെ ഐയുമായിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ഇമേജ് ടു അവർ ഐ, അതെന്താണ്? തീറ്റ ഐ ആണ് അല്ലെ. അപ്പൊ തീറ്റ ഐ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിസ്റ്റൻസ് ടു ദ ഇമേജ്. ഡിസ്റ്റൻസ് ടു ദ ഇമേജ് നമുക്ക് എന്തായിട്ട് എടുക്കാം? വി ആയിട്ട് എടുക്കാം. അപ്പൊ തീറ്റ ഐ ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടി. അപ്പൊ അവിടെ നിന്ന് എച്ച് ഐ എന്തായിട്ട് എടുക്കാം? എച്ച് ഐ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു തീറ്റ ഐ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ് ഇൻറ്റു ആംഗിൾ മെയ്ഡ് ബൈ ദ ഇമേജ് ടു അവർ ഐ ആയി മാറി. ഓക്കെ, അപ്പൊ ആ കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാവുന്ന മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ആണ് എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ യു എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ. ഇത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇതോ യു എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എന്തായിട്ട് എടുക്കാം? എഫ് ആയിട്ട് എടുക്കാം. അപ്പോ എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് വി ഡിവൈഡഡ് ബൈ എഫ് ആയിട്ട് നമുക്ക് എഴുതാം. എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ എച്ച് ഐക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? വി ഇൻറ്റു തീറ്റ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് എഴുതാം. എച്ച് ഐക്ക് പകരം വി ഇൻറ്റു തീറ്റ ഐ എന്ന് കൊടുക്കാം. അപ്പോ എന്തോരും? വി ഇൻറ്റു തീറ്റ ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ. എച്ച് ഒയ്ക്ക് പകരം എന്ത് കൊടുക്കാം? ഡി ഇൻറ്റു തീറ്റ സീറോ. ഓക്കെ, ഡി ഇൻറ്റു തീറ്റ അല്ലെ, തീറ്റ സീറോ അല്ലെങ്കിൽ തീറ്റ ഒ എന്ന് എഴുതാം. ഓക്കെ, അപ്പോ തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? വി ഡിവൈഡഡ് ബൈ എഫ്. വി ഡിവൈഡഡ് ബൈ എഫ്. രണ്ട് സൈഡിലും വി ഉണ്ട്, അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പൊ തീറ്റ ഐ ഡിവൈഡഡ് ബൈ തീറ്റ ഒ എന്ന് പറയുന്നത് എന്തായിട്ട് വന്നു? ഡി ഡിവൈഡഡ് ബൈ എഫ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ തീറ്റ ഐ ബൈ തീറ്റ ഒ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ മാഗ്നിഫിക്കേഷൻ എന്താണ്? ആംഗുലാർ മാഗ്നിഫിക്കേഷൻ തീറ്റ അല്ലെ. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ആണ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ഇമേജ് ടു ദ ഒബ്സർവേഴ്സ് ഐ ഡിവൈഡഡ് ബൈ അല്ലെ. റേഷ്യോ പറയുമ്പോൾ ഡിവൈഡഡ് പറയണ്ട. ആംഗിൾ സബ്സ്റ്റൻഡഡ് ടു ദ ഇമേജ് ടു ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ഒബ്ജക്ട് ടു ദ ഒബ്സർവേഴ്സ് ഐ. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു തീറ്റ ഐ ഡിവൈഡഡ് ബൈ തീറ്റ ഒ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്ന് കിട്ടി? ഡി ബൈ എഫ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് കിട്ടിയ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ എഫ് ആണ്. അത് സാധാരണ കേസിലാണ്. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് ദ ഒബ്ജക്ട് ഈസ് അറ്റ് ദ ഫോക്കസ്. ഒബ്ജക്ട് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്ന കേസാണ് നമ്മൾ രണ്ടാമത് ഡിറൈവ് ചെയ്തത്. ഓക്കെ, അപ്പൊ രണ്ടാമത് ഡിറൈവ് ചെയ്ത കാര്യം വളരെ ശ്രദ്ധിച്ചെടുക്കണം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ. അപ്പൊ ആ കേസ് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ലെൻസിന്റെ ഫ്രണ്ടിൽ വെച്ചു. അപ്പൊ എച്ച് ഒ എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഡി എന്ന് പറയുന്നത് നോർമൽ വിഷന് പോസിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ. അവിടെ നിന്ന് തീറ്റ ഒ അല്ലെ, ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ഒബ്ജക്ട് ടു ദ ഒബ്സർവേഴ്സ് ഐ. തീറ്റ ഒ കണ്ടുപിടിച്ചു. എച്ച് ഒ ഡിവൈഡഡ് ബൈ ഡി എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇമേജ് നമുക്ക് കിട്ടേണ്ടത് ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ വെച്ചു? ഫോക്കസിൽ വെച്ചു. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിൽ വെക്കുമ്പോ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിൽ വെച്ച് യു ഇസ് ഈക്വൽ ടു എഫ് എന്ന് കൊടുത്തു.
അങ്ങനെ ഫോക്കസിൽ വെച്ച് കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന അല്ലെ ഇമേജുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് എന്തെന്ന് പറയാം തീറ്റ ഐ. ആ ഇമേജ് ഇവിടെയല്ല ഫോം ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ തീറ്റ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് തീറ്റ ഐ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഇൻഫിനിറ്റിയിലുള്ള ആ ഇമേജിന്റെ ഹൈറ്റ് എച്ച് ഐ ഡിവൈഡഡ് ബൈ അതിലേക്കുള്ള ഡിസ്റ്റൻസ് വി എന്ന് എടുക്കാം, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി. അപ്പൊ തീറ്റ ഐ ഈസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡ് ബൈ വി എന്ന് എടുത്തു. അവിടെ നിന്ന് എച്ച് ഐ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു തീറ്റ ഐ. ഓക്കെ ആണല്ലോ, ആ കേസ് നമുക്ക് കിട്ടി. ഇനി മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. ഇവിടെ യു ഏതാണ്? ഫോക്കസിലാണ്. അപ്പൊ എന്തോരം? വി ബൈ എഫ് എന്ന് കൊടുത്തു. അപ്പൊ എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ് എന്ന് കിട്ടി. ഓക്കെ, ഇനി എച്ച് ഐയുടെ വാല്യൂ ഞാൻ വി തീറ്റ ഐ എന്ന് എടുത്തു. അപ്പൊ ആദ്യം എന്തോരം? എച്ച് ഐക്ക് പകരം വി തീറ്റ ഐ കൊടുത്തു. അപ്പൊ വി തീറ്റ ഐ. ഇവിടെ നിന്ന് ഞാൻ എന്തായിട്ട് എഴുതി? എച്ച് ഒ ഈസ് ഈക്വൽ ടു തീറ്റ ഒ ഇൻറ്റു ഡി എന്നെടുത്തു അല്ലെ. അപ്പൊ ഡി ഇൻറ്റു തീറ്റ ഒ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി വി ബൈ എഫ്. ഓക്കെ ആണല്ലോ, എച്ച് ഐക്കും എച്ച് ഒക്കും വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോ എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? തീറ്റ ഐ ബൈ തീറ്റ ഒ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ എഫ്. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ദ ഇമേജ് ടു ദ ഒബ്സർവേഴ്സ് ഐ ടു ആംഗിൾ സബ്സ്റ്റൻഡഡ് ടു ദ ഒബ്ജക്ട് ടു ദ ഒബ്സർവേഴ്സ് ഐ എന്ന് പറഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു തീറ്റ ഐ ബൈ തീറ്റ ഒ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ എഫ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ, അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എടുക്കുക. ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യും അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് 1 നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടിക്കോളും? ഡി ബൈ എഫ്. അങ്ങനെ ആയിട്ടും എഴുതിയാൽ മതി. മാർക്കിനനുസരിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു ഡി ബൈ എഫ് ആണ് എപ്പോ? when the object is at the focus or image is formed at infinity എന്നുള്ള കേസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ മാർക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.